കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് (CNG) കിട്ടാതായതോടെ പമ്പുകൾക്ക് മുൻപിൽ മണിക്കൂറുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര. ആവശ്യമുള്ള ഇന്ധനം ലഭ്യമല്ലാത്തതിനാൽ അന്നന്നത്തെ ഓട്ടം കൊണ്ട് ജീവിത ചിലവ് കണ്ടെത്തുന്നവർ വലയുകയാണെന്ന് ഓട്ടോ തൊഴിലാളികൾ. പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ CNG ഫില്ലിംഗ് സ്റ്റേഷന്റെ എണ്ണക്കുറവും നിലവിലുള്ള കേന്ദ്രങ്ങളിൽ വാതക ലഭ്യതക്കുറവും മൂലം വാഹന ഉടമകൾ വലയുകയാണ്. 1-2 മണിക്കൂറുകളോളം വരി നിന്നാലാണ് ഗ്യാസ് ലഭിക്കുക. എന്നാൽ വരിയുടെ ഏറ്റവും പിന്നിലുള്ളവർ 2 മണിക്കൂർ കാത്തുനിന്ന് പമ്പിലെത്തുമ്പോഴേക്കും CNG തീരുകയും ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വരുന്ന സന്ദേശങ്ങൾ നോക്കിയാണ് മിക്കവരും ഇന്ധനം നിറയ്ക്കാൻ പോകുന്നത്. സാധാരണയായി ഓട്ടോറിക്ഷയിൽ CNG നിറയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ മർദ്ദം 210 ബാർ ആണ്. മർദ്ദം 150 ബാറായി കുറഞ്ഞാൽ ആവശ്യാനുസരണം ഇന്ധനം നിറയ്ക്കാൻ കഴിയില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. CNG വണ്ടികളെടുത്താൽ പുകശല്യം കുറയും, അന്തരീക്ഷം നല്ല ക്ലിയർ ആവും എന്നൊക്കെയുള്ള ധാരണയിലാണ് ഞങ്ങൾ CNG എടുത്തത്. ഗവൺമെൻറ്റിനും കൂടി സപ്പോർട്ടായിട്ട് ബാറ്ററിയും CNG നല്ല പുകശല്യം കുറയില്ല. ഇപ്പോൾ CNG കിട്ടാനില്ല. CNG പൈപ്പ് ലൈനിൽ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോൾ ബാഡ് ബോയ്സിൻ്റെ പമ്പുണ്ട്, കൊളത്തൂർ പമ്പുണ്ട്. ഇവിടേക്കും പണി കഴിഞ്ഞ് കിടക്കണതാ. അത് ഓണാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പാതിരിക്കും പരച്ചിയും വന്ന് കിടക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഓട്ടം കളഞ്ഞിട്ടുണ്ട് 2-3 മണിക്കൂറേക്ക് ഇവിടെ വരി നിന്നിട്ട്. അവിടെ ചെല്ലുമ്പോൾ പ്രഷറില്ലാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്യാസ് കയറില്ല. അപ്പോൾ ഞങ്ങളുടെ പൈസ പോകുന്നല്ലാണ്ട് ഗ്യാസ് ഉള്ളിലേക്ക് കയറില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഇപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറേക്ക് ഇവിടെ കിടന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഗ്യാസ് വന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വന്നപ്പോൾ വന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും 100 പ്രഷറൊക്കെ കിട്ടുക. ഈ സാധനം കാറ്റ് മാത്രമേ കയറണുള്ളൂ, ഗ്യാസ് കയറണില്ല. ചിലപ്പോൾ മണിക്കൂറുകളോളം വരി നിന്നും മടങ്ങിപ്പോകേണ്ട സ്ഥിതിയാകും. മർദ്ദം കുറയുന്നതോടെ ഓട്ടോറിക്ഷകൾക്കും മറ്റു വാഹനങ്ങൾക്കും ഒറ്റയടിക്ക് ഒരു ഫുൾ ടാങ്ക് നിറയ്ക്കാനും കഴിയില്ല. ഓട്ടോറിക്ഷകൾക്ക് ശരാശരി 5.5 കിലോ CNG നിറയ്ക്കാനുള്ള ടാങ്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് ദിവസേന പമ്പിലെത്തി കാത്തു നിൽക്കാതെ നിർവാഹമില്ല. എടുക്കുന്ന ലോഡുകൾ വളരെ വേഗം തീർന്നു പോകുന്നുവെന്നാണ് പമ്പ് ജീവനക്കാർ പറയുന്നത്. ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിലെ നിരവധി വാഹനങ്ങൾക്ക് CNG നിറയ്ക്കാനുള്ള സൗകര്യമുള്ളത് നിലവിൽ നെല്ലായിയിലെ പെട്രോൾ പമ്പിൽ മാത്രമാണ്. കൊളത്തൂരിലും പാലിയേക്കരയിലുമുള്ള പെട്രോൾ പമ്പുകളിൽ പൈപ്പ് വഴി CNG എത്തിക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തന സജ്ജമായിട്ടില്ല. ഞാനൊരു 15 മാസമായി ഈ വണ്ടി എടുത്തിട്ട്. അന്ന് CNGക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ കൊളത്തൂർ പമ്പിലും ഈ പമ്പിലും കിട്ടുന്നതുകൊണ്ട് അത്രയ്ക്കണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കൊളത്തൂർ ഭാഗത്ത് അണ്ടർലൈനിൽ കൂടെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ CNG കിട്ടുന്നില്ല. നമ്മുടെ ഈ ഒരു പമ്പാണ് ആകെ ഉള്ളത്. ഇപ്പോൾ ടാക്സിക്കാരെയും ഓട്ടോക്കാരെയും ഭയങ്കര കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളെ പോലെ സാധാരണക്കാർ ഒരുപാട് ബാധിക്കുന്ന പ്രശ്നമാണ്. പിന്നെ വിലയാണെങ്കിൽ കൂടിയത് പിന്നെ നിവൃത്തിയില്ലാന്ന് അറിയും ഓട്ടോയ്ക്ക്. പക്ഷേ ഞാൻ 2023 വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു 10 വണ്ടി ഇതേപോലെ ഉണ്ടാവുള്ളൂ മാക്സിമം, അപ്പുറത്തും ഇപ്പുറത്തും. ഇതിപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുക. CNG ഇപ്പോൾ 2.5 വർഷം കൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ വലിയ മാറ്റമാണ്. വണ്ടികൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ കൊളത്തൂർ ഒരു പമ്പ് ഉണ്ടായിരുന്നു, അത് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് വർക്ക് കഴിഞ്ഞ് കിടക്കുക. അതുപോലെ ബാഡ് ബോയിൽ ഒരു പമ്പും പൈപ്പ് ലൈൻ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കുറേ പരിഹാരമാവും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 വണ്ടിയാണ് ലോഡ് വരുന്നത്. അത് അർദ്ധരാത്രിയാണ് വരുന്നത് ഒരെണ്ണം വരുന്നത് ഈ സമയം. രാവിലെ തൊട്ട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. ഈ ഓട്ടോക്കാർക്കൊക്കെ ഇത് കിട്ടിയാൽ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശമെത്തിയാൽ രാത്രി 12:30-ക്കും 1 മണിക്കുമൊക്കെ ഡ്രൈവർമാർ ഉറക്കമിളച്ച് ഓട്ടോറിക്ഷയുമായി പമ്പിന് മുന്നിൽ വരി നിൽക്കുകയാണ്. ഗ്യാസുമായി ലോറി വന്നാൽ 1.5 മണിക്കൂർ കൊണ്ട് ഗ്യാസ് വിറ്റുതീരും. ഓരോ ദിവസവും പ്രതിസന്ധി കൂടി വരികയാണെന്ന് CNG വാഹന ഉപഭോക്താക്കൾ പറയുന്നു. ഒരു 2 മാസം മുമ്പാണ് CNG കയറ്റിയത്. അപ്പോൾ നമ്മൾ ലാഭം നോക്കിയാണ് അത് ചെയ്തത്. പക്ഷേ നമുക്കിപ്പോൾ ഈ ഇങ്ങനെ ഒരു പമ്പിൽ തിരക്കുള്ള കാരണം കാത്തുകെട്ടി കിടക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എറണാകുളംകാരനാണ്. എറണാകുളത്ത് പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടില്ല. കുറച്ച് അകത്തേക്ക് കയറിയിട്ട് കുറേ പമ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ തൃശ്ശൂർ പമ്പുകൾ CNGയിൽ കുറേ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രവർത്തനമായിട്ടില്ല കറക്റ്റായിട്ട്. അപ്പോൾ വളരെ ചുരുക്കം പമ്പിൽ മാത്രമേ ഉള്ളൂ അത് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ കൂടുതലായി. അപ്പോൾ ഓരോ പമ്പിൽ പോയി ഇങ്ങനെ വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നിൽക്കണേനും ഇപ്പോൾ CNG തീർന്നു കഴിയുമ്പോൾ ആ പെട്രോളാണ് നമ്മൾ നിൽക്കണത്.
ആ പെട്രോളും നഷ്ടം, CNG നഷ്ടം, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ. ഓക്കെ. വാഹനങ്ങൾ കൂടിയതോടെ പമ്പുകളിൽ നിറയ്ക്കുന്ന ഗ്യാസ് വേഗത്തിൽ കാലിയാകും. CNG കിട്ടാതെ ഓട്ടം മുടങ്ങിയ ദിവസങ്ങളുണ്ട്. ദിവസ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരെ പട്ടിണിയിലാക്കുകയാണ് ഈ ക്ഷാമം. CNGയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്ന സർക്കാർ ഗ്യാസിന്റെ കുറവ് കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് തൊഴിലാളികൾ പറയുന്നു. 2 മണിക്ക് മെസ്സേജ് കണ്ടിട്ട് വന്നതാ. ഒരു 40 മിനിറ്റോളം കിടന്നു ഇവിടെ. ഇപ്പോൾ ഡെയിലി 2 പ്രാവശ്യമാണ് വരുന്നത്. ഒരു പ്രാവശ്യം നൈറ്റിലാണ്. ആ സമയത്ത് നമുക്ക് വരാൻ കഴിയില്ല. പിന്നെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഓട്ടം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ സമയം കളഞ്ഞു ഇതാവുന്നു. എന്നൊക്കെയാണ് അത് മാറുക എന്നുള്ളതൊന്നും അറിയില്ല. അത് മാറി കഴിഞ്ഞാലാണ് വിലയും കൂടി, മൊത്തം സാധനങ്ങൾക്കൊക്കെ എല്ലാം വില കൂടി. ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഓട്ടോ തൊഴിലാളികൾ, ടാക്സിക്കാരൊക്കെ. പമ്പുകളിലേക്ക് ഉടൻ ഇന്ധനമെത്തിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും നിലവിലുള്ള ലഭ്യതക്കുറവ് പരിഹരിച്ച് കൂടുതൽ പമ്പുകൾ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് CNG ഉപഭോക്താക്കളുടെ പ്രധാന ആവശ്യം. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNGക്ക് വില കൂടില്ലെന്ന മോഹന വാഗ്ദാനം കേട്ടാണ് നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ കൂടുതൽ പേരും CNGയിലേക്ക് മാറിയത്. പെട്രോളിനും ഡീസലിനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വില വർധനവിനും ഇതൊരു പരിഹാരമാകുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ പെട്രോളിനും ഡീസലിനും എന്ന പോലെ CNGക്കും വലിയ വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ CNGയുടെ ലഭ്യതക്കുറവാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ ഓട്ടത്തിനിടയ്ക്ക് മണിക്കൂറുകൾ വരി കിടന്നാണ് ഈ CNG വാഹനങ്ങളിൽ നിറയ്ക്കാൻ കഴിയുന്നത്. അത് ഇവരുടെ നിത്യജീവിതത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.